കറുത്തമുത്തിൽ അഭിനയിക്കുന്ന ഗണേശനും ഗായത്രി. കറുത്തമുത്തിലല്ലാതെ ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് റിയൽ ലൈഫിൽ ഞങ്ങൾ എന്തൊക്കെയാണോ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണോ, ഞങ്ങൾ അടി ഉണ്ടാക്കുന്നവരാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതുകൊണ്ട് മറക്കാതെ റെയിൻബോ കാണുക. ഞാൻ ഈ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് കിരൺ ചേട്ടനെ കല്യാണ സൗഗന്ധിയല്ലേ സീരിയൽ, അതിലാണ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനകത്ത് ചെയ്യുമ്പോൾ. എൻ്റെ ചേച്ചി ഭയങ്കര ഫാനായിരുന്നു കിരൺ ചേട്ടൻ്റെ. അത് കഴിഞ്ഞ് ഇപ്പോൾ കറുത്തമുത്തിൽ എനിക്ക് പുതിയ ഹീറോ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കല്യാണ സൗഗന്ധി എന്ന് പറഞ്ഞ സീരിയലിൽ 2 ഹീറോ ഉണ്ട്. അപ്പോൾ അതിലെ ഒരാളാണെന്ന് പറഞ്ഞത്. പുള്ളിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വന്ന് ലൊക്കേഷനിൽ വന്ന് നോക്കിയപ്പം പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ഇല്ല, പുള്ളി ഇരിപ്പില്ല. ഞാൻ വന്ന് മേക്കപ്പ് ചെയ്ത് സീൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു, അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അല്ലേ? അതെ, നേരിട്ട് കാണുന്നത്. പുള്ളിക്കാരിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കറുത്തമുത്ത് പണ്ട് കാണുമായിരുന്നു. സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന കറുത്തമുത്ത് സീരിയൽ കാണുമായിരുന്നു. ഇത് സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് കറുത്തമുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലൊരു ചാൻസിന് വേണ്ടിയിട്ട്. സോ ആ സമയത്ത് കല്യാണ സൗന്ദര്യം ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പിന്നീടാണ് ഈ കുട്ടീൻ്റെ എൻട്രി അതിൽ വരുന്നത്, ദർശനൻ്റെ വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ആകെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു കുട്ടി ഭയങ്കരമായ ആൾക്കാരെയൊക്കെ ഇടിച്ചിടുന്നു. സോ ആ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറ്റുമോ? സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ദർശനെ പറ്റി പറയുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴും ഈ സ്ക്രീനിൽ വരുമ്പോഴും. രണ്ടും 2 ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഈ സൗണ്ടാണ് ഒറിജിനലായിട്ട് വരുന്നത്. ഈ കുട്ടി ഒന്ന് അലറാൻ പറഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് വരില്ല, എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. ഓക്കെ, കളിയാക്കിയല്ല. സോ പലപ്പോഴും അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതായത് നമ്മളെ മുത്തുമോളായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഡബ് ചെയ്യാൻ പോയ സമയത്ത് ഇവിടെ പോയത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചാറ്റിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ദർശന് ഇപ്പോൾ ഡബ്ബിങ്ങിന് എന്തിനാണ് പോയത്? സോ ആ ഒരു സൗണ്ട് മാച്ച് ആവുന്നില്ല ഞാനായിട്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് അതുകൊണ്ട് പറ്റില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പറ്റുള്ളൂ. സീരിയലിൽ കാണുന്ന പോലെ എന്നല്ല, സീരിയലിൽ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണെങ്കിൽ നേരിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാണ്. ഫുൾ ടൈം അടിയാണ്. സെറ്റിൽ വന്ന അടിയാണ്, ഷോട്ടിൽ നിന്ന അടിയാണ്. സീരിയസ് ആയിട്ട് അടിയൊന്നുമില്ല, ഏതായാലും തമാശയ്ക്ക് കുറച്ച് സീരിയസ് ആയിട്ട് അടിയുണ്ടാക്കും. ഷോട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം കളിയാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ ചിരിപ്പിക്കുക. അതൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക, ക്യാമറയുടെ മുന്നിൽ ഇപ്പോൾ ഈവൻ ഈ ഇൻ്റർവ്യൂവിൽ നിൽക്കുന്ന തന്നെ ഭയങ്കര ഒരു പേടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല. എനിക്ക് അഭിനയിക്കാൻ പറയുമ്പോൾ അഭിനയിക്കുന്നില്ലാതെ ഈവൻ ടിക്ടോക്ക് ചെയ്യാൻ വരെ എനിക്ക് ഭയങ്കര ചമ്മലാണ്, തുറന്നു പറയാമല്ലോ. സോ ആ ഒരു ഭയം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഈ ഒരു ഹറാസ്മെൻറ്റും കൂടി ആകുന്ന സമയത്ത്, ഇറ്റ്സ് നോട്ട് ഹറാസ്മെൻറ്റ്, അങ്ങനെ ഒരു ഇതും കൂടി വരുമ്പോൾ ഞാൻ ആകെ ഷിവറിങ് ആവും എനിക്ക്. സോ ഗണേശനെ പോലെ അല്ല കിരൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിലെ പോലെയല്ല, കുറച്ച് ബോൾഡാണ്, മഹാമോശമാണെന്നാണ്, കുറച്ച് വില്ലനാണ്. ഗായത്രി പറ്റിയൊന്നും പറയാം. ഗായത്രി എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗണേശനെക്കാട്ടിലും എത്രയോ മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു വൈഫാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗണേശന് എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങൾ പോലും ഗായത്രിക്ക് എടുക്കാൻ പറ്റും. ചിലപ്പം ചില സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അതായത് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ നോർമലി ഒരു ഹസ്ബൻഡല്ലേ എടുക്കണ്ടേ. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് സീരിയലിൽ മാത്രമല്ല, അത് കഥാപാത്രത്തിൻ്റെയും കൂടി ഒരു ഇതുണ്ട്. അത് ചില സ്ഥലത്ത് ഈ പെണ്ണുങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ആ കുടുംബം കുറച്ചുകൂടി സോഫ്റ്റായിട്ട് പോകും. അതായത് അതിൻ്റെ എക്സാമ്പിൾസ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കുറേ ഉണ്ട്. സോ അത് കൂടാതെ അപ്പോഴാണ് ഞാനിത് അതായിട്ട് കമ്പയർ ചെയ്തത്. അതായത് ഇങ്ങനെ പറയുമ്പോൾ അതിന് തെറ്റില്ല. ഇപ്പോൾ ചിലർ ചോദിക്കും, അല്ല അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അതായത് നിങ്ങളത് കേൾക്കുന്നില്ല, അങ്ങനെ സംഭവം വരുന്നില്ല. ഇത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അടി കൂടുകയാണെങ്കിലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന കുറേ സീൻസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാനും ഗായത്രിയും തമ്മിൽ കുറച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങൾ, സീന് പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് എന്നെക്കാട്ടിലും ഞാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഡിസിഷൻസ് ഗായത്രി എടുക്കുന്നുണ്ട്. സോ ആ ഇത് വരുമ്പോഴാണ് എനിക്ക് അതിനിപ്പോൾ ഡെപ്ത് മനസ്സിലാവുന്നത്, ഗായത്രി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് മനസ്സിലാവുന്നത്. പിന്നെ ഹോണസ്റ്റ്ലി
ഇപ്പോഴും പറയുകയാണെങ്കിൽ പുതിയ സീരിയൽസ് ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. ആ സീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മളെ പൊസിഷനിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇത്ര കാലമായിട്ട് ഈ സീരിയൽ ഓൾമോസ്റ്റ് 1317 എപ്പിസോഡ് ഇതുവരെ കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും ഒരു കുലുക്കവും സംഭവിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വൺ ആൻഡ് ഓൺലി ഡയറക്ടർ പ്രവീൺ കടക്കാവൂർ ആൻഡ് പ്രദീപ് പണിക്കർ. വെൽ, ഇതിൻ്റെ ഇടയ്ക്ക് ദർശനേൻ്റെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ അഭിനയിക്കും എന്നുള്ളൊരു ഇത് അതിനെപ്പറ്റി ഒന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്. സത്യമാണ് പറഞ്ഞത്. ലാലേട്ടൻ, ഞാൻ ലാലേട്ടൻ ഫാനാണ്. എൻ്റെ അച്ഛൻ അതിനേക്കാളും വലിയൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ ആ ഒരു സ്വപ്നം നടത്തി കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ചെറിയൊരു ക്യാരക്ടറാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഇത് ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്താ പടം കയറുകയാണെങ്കിൽ ഞാൻ ചെയ്യും മാത്രമേ ഉള്ളൂ. അല്ല, വലിയ നടനാക്കുക നമ്മൾക്ക് ഉറപ്പായിരിക്കില്ല. ഒരു ചാൻസ് എനിക്ക് തരണോട്ടോ. ഓക്കെ. അപ്പോൾ കിരൺ ചേട്ടൻ അങ്ങനെ വല്ല ആഗ്രഹമുണ്ട് ലാലേട്ടൻ്റെ? എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പടം ഞാൻ ചെയ്തായിരുന്നു, ലൈലാവ് ലൈല എന്ന് പറഞ്ഞിട്ട്. ജോഷി സാറിൻ്റെ പടമായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് ചെയ്യാൻ അവർ തന്നെ എന്നോട് പറഞ്ഞു, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. ടു ബി ഹോണസ്റ്റ്, ഞാനിപ്പോഴും എൻ്റെ പഴയ ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് അവർ പടം ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ ഇന്ന് വരെ ചാൻസ് തെണ്ടുന്നത് നിർത്തിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചാൻസിന് വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് എന്തായാലും കിരൺ ചേട്ടനെ വിളിക്കാതിരിക്കില്ല. ലെറ്റ്സ് ഈ പ്ലസ് ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ ദർശനെ ഞാൻ കാണുന്നത് ഈ ലൊക്കേഷനിൽ മാത്രമാണ്. സോ ഐ ഡോണ്ട് നോ സീരിയസ്ലി. പ്ലസ് എന്ന് പറയാനായിട്ട് കൂടുതൽ ആരായിട്ട് സംസാരിക്കില്ല. പുള്ളിക്കാരൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കും. ചില സമയത്ത് ഞാനും എൻ്റെ അളിയനായിട്ട് അഭിനയിക്കുന്ന അനൂപേട്ടനൊക്കെ നമ്മൾ അവിടെ നിന്ന് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാർ ഒരു സൈഡിൽ മൂലയിലിരിക്കുന്നുണ്ടാവും. ഒന്നിനുണ്ടാവും ഇങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്താ വരുന്നില്ല, അല്ലല്ല ഇങ്ങനെ കാണിക്കും. അപ്പം ശരി. സോ അത് മൈനസ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം അവർക്ക് ഒരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ഇരിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ കൂടുതൽ മൈനസ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഈ ഒരു ഇതിൽ വരുന്നു, സെറ്റിൽ വരുമ്പോൾ മാത്രം നമ്മൾ കാണാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല. ചിലപ്പം ഈ ഷൂട്ട് അല്ലെങ്കിൽ പാക്കപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷെഡ്യൂളിൻ്റെ ഡേറ്റ്സ് വരുമ്പോൾ വിളിച്ച് ചോദിക്കും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് സംസാരിക്കാനുള്ളൊരു ഇത് വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോണസ്റ്റ്ലി നമ്മൾ സംസാരിക്കും. വിൽ ബി കീപ്പ് ഇൻ ടച്ച്. ദാറ്റ്സ് ഇറ്റ്. പുള്ളി എന്തൊക്കെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പുള്ളി ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഞാൻ കഴിച്ചില്ല, അതല്ലാണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഒന്നും എനിക്കിന്ന് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അടിയൊന്നും ഉണ്ടാക്കത്തില്ല. ഒരു ദിവസം ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരാളാണ്. അത് പുള്ളിയുടെ ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മളൊന്ന് വിഷമം സഹിച്ചിരിക്കില്ല, പക്ഷെ പുള്ളി നന്നായി വിഷമം സഹിക്കും. നെഗറ്റീവായിട്ട് മൈനസായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ പുള്ളീനെ കാണാണ്ടാവില്ല. എവിടെ പോയി അന്വേഷിക്കണം, കുറേ സ്ഥലം പോയാൽ നമ്മളിവിടെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിരൺ ചേട്ടനെ പോയി തരാം, കിരണോട് എല്ലാവിടെയും പോയി തരാം. പുള്ളി അവിടെ പ്രൊഡക്ഷൻ്റെ അടുത്തൊക്കെ പോയി അവിടെ ഇവിടെ കണ്ടിരിക്കുന്നത്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പുള്ളീനെ കാണാണ്ടാവില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ മൈനസ്. ആ ഒരു സീൻ കഴിയുന്നവരെ പുള്ളി അവിടെ നിൽക്കത്തില്ല. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പോകാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പുള്ളിനകത്തുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു മൈനസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ടൈമിലൊക്കെ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോകാറുണ്ട്, അല്ലേ? എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ നമ്മളും പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാറുണ്ട്. ഒരു ദിവസം എല്ലാവർക്കും ബ്രേക്ക് ആണെങ്കിൽ